ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു നോക്ക് നമ്മുടെ നെസ്കഫേയുടെ കാപ്പിപ്പൊടി ഒരു A4 സൈസ് പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതേപോലെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോറി. പിന്നെ കൊടുത്തില്ല. സ്റ്റോറിയുടെ അത്രയും ഭാഗം കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം എടുത്തു. ഒരു ബൗളിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്തോട്ട് ആ കാപ്പിപ്പൊടി ഇട്ട് ഇളക്കി അതൊരു ബ്രൗൺ കളറിൽ വന്നതിന് ശേഷം നമുക്ക് പേപ്പറിലോട്ട് ഒഴിച്ച് അത് ഡ്രൈ ആകുമ്പോൾ ഒരു നല്ല പേപ്പർ കിട്ടുന്നതാണ് പറയുന്നത്. നമുക്ക് നോക്കാം, ടെസ്റ്റ് ചെയ്യാം. അപ്പം ഇതിനകത്തോട്ട് നമുക്കിത് ഈ കാപ്പിപ്പൊടി ഒഴിച്ച് ഞാൻ ഹോട്ടലിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ്. ഒഴിച്ചിട്ട് കാണാം. തുറന്നപ്പോൾ ഇതേപോലെ ഇരിക്കുമായിരുന്നു. ഇടാം, ഇതേപോലെ കിടക്കുമായിരുന്നു. നമുക്കിനി നല്ലപോലെ ചീത്ത എനിക്ക് വേണ്ടാത്തൊരു പെൻസിലാണ് കേട്ടോ. ഇട്ടപ്പോൾ തന്നെ അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ തള്ളി കൊടുത്തതാണ്. ഉണ്ടോ, അതിങ്ങനെ ആവാൻ തുടങ്ങി. നമുക്കൊക്കെ വേണമെങ്കിൽ ഇത് മൊത്തം ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ തൽക്കാലം കുറച്ച് വെള്ളം കളയുന്നുണ്ട്. ഞാൻ കുറച്ച് കളഞ്ഞിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തതൊരു ഇതാക്കി കൊടുക്കാമേ. ചുമ്മാ അടച്ചാൽ കേട്ടോ. എന്തായാലും ഞാൻ അത് അപ്പം പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. അപ്പം എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ടാണ് എൻ്റെ കയ്യിലുള്ളത് ചെയ്തത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. പാക്കറ്റിലുള്ളത് മാത്രം ചെയ്താൽ മതി ഇത്. അപ്പം ഇനി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ആക്കി കൊടുത്തിട്ട് കാണിച്ചത് ഇത്ര ബ്രൗണാണ് ഇതിനുള്ളത്. ഭയങ്കര സ്മെല്ലൊക്കെ അടിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. ഇനി നമുക്കിതിനെ എനിക്ക് നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഈ പേപ്പറിലേക്ക് ഒഴിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഇതേപോലൊരു ക്ലോത്ത് ഇവിടെ വിരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഈ ക്ലോത്ത് അല്ല, വേറെ ഏതൊരു ക്ലോത്ത് നമുക്ക് ഒഴിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഉത്തരാ. അപ്പം നമ്മൾ ഈ പേപ്പർ മൊത്തം ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം കേട്ടോ. എനിക്ക് കട്ട് ചെയ്യേണ്ടി വന്നു ബിക്കോസ് എനിക്ക് കണ്ടോ, എനിക്ക് ഇവിടത്തൊന്നും എനിക്ക് ഉള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് ഡ്രൈ ആയിട്ട് കാണാം അടുത്ത വീഡിയോ. ഇനിയും വരുന്നതായിരിക്കും. അതുവരെ this is Suttaramesh signing off.